ഈ സെഗ്മെൻറ്റിൽ കോംപ്ലക്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിനെ നമുക്ക് പരിചയപ്പെടാം. റിയൽ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് കോംപ്ലക്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നത്. റിയൽ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ സൈൻ എച്ച് എക്സ് കോസ് എച്ച് എക്സ്, സൈൻ എച്ച് എക്സും കോസ് എച്ച് എക്സും നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് റിയൽ ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കോംപ്ലക്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് സൈൻ എച്ച് സെഡിൻ്റെയും കോസ് എച്ച് സെഡിൻ്റെയും ഡെഫിനിഷൻ നോക്കാം. Look at the definition. For any complex number z, we define hyperbolic cosine cos h z. Cos h ഈ h സ്റ്റാൻഡ് ചെയ്യുന്നത് ഹൈപ്പർബോളിക് കോസ് ആണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഓക്കെ, cos h z ഈക്വൽ ടു ഇ റേസ് ടു z പ്ലസ് ഇ റേസ് ടു നെഗറ്റീവ് z ബൈ 2 ആൻഡ് sin h z ഈക്വൽ ടു ഇ റേസ് ടു z മൈനസ് ഇ റേസ് ടു നെഗറ്റീവ് z ബൈ 2. 2i ഇല്ല, സോറി 2 ആണത് കേട്ടോ. 2i അല്ല, 2i ഉള്ളത് നമ്മുടെ ട്രിഗണോമെട്രിക് സൈനിലാണ് ഡിനോമിനേറ്ററിൽ 2i വരിക. ഹൈപ്പർബോളിക് സൈനിൽ ഇമാജിനറി നമ്പർ ഡിനോമിനേറ്ററിൽ വരില്ല. രണ്ടും ബൈ 2 തന്നെയാണ്. സൈൻ ആണെങ്കിലും കോസ് ആണെങ്കിലും ഡിനോമിനേറ്ററിൽ ബൈ 2 തന്നെയാണ്. ന്യൂമറേറ്റർ ഇറേസ് സെഡിൻ്റെയും ഇറേസ് നെഗറ്റീവ് സെഡിൻ്റെയും കോമ്പിനേഷൻ. കോസിൻ്റെ കേസിൽ അത് സം ആയിരിക്കും, സൈനിൻ്റെ കേസിൽ അത് ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, ദ അതർ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആർ ഡിഫൈൻഡ് ആസ് ഫോളോസ്. ടാൻ എച്ച് സെഡ് sin hz by cos hz, cot hz is a reciprocal of tan hz, cot hz is a reciprocal of tan hz. Okay, cosec hz is a reciprocal of sin hz, sec hz is a reciprocal of cos hz and so on. Okay, അപ്പോൾ 6 ഹൈപ്പർബോളിക് ഫങ്ഷൻസ് കോംപ്ലക്സിൽ നമുക്ക് പറയാം. ഇതിന് വാട്ട് അബൌട്ട് അനലിറ്റിസിറ്റി നൗ? നോക്കൂ, കോസ് എച്ച് സെഡ് ആണെങ്കിലും സൈൻ എച്ച് സെഡ് ആണെങ്കിലും എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസിൻ്റെ ടേമിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് exponential function. Both sine and cos are linear combination of exponential function e raised to z, and we know that both e raised to z and e raised to negative z are entire functions. അതുകൊണ്ട് തന്നെ sin h z ഉം cos h z ഉം entire ആണ്. ബാക്കി ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. സൈൻ എച്ച് സെഡിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? സൈൻ എച്ച് സെഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഇ റേസ് സെഡ് മൈനസ് ഇ റേസ് നെഗറ്റീവ് സെഡ് ബൈ ടുവിൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് ഇ റേസ് 1/2 ഇൻറ്റു ഇ റേസ് സെഡിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് സെഡ് തന്നെ. ഇ റേസ് നെഗറ്റീവ് സെഡിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നെഗറ്റീവ് ഓഫ് ഇ റേസ് നെഗറ്റീവ് സെഡ് വരും. ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് അത് പ്ലസ് ആയി മാറും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈൻ എച്ച് സെഡിൻ്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് സെഡ് ആണെന്നും നേരെ തിരിച്ചും കോസ് എച്ച് സെഡിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എച്ച് സെഡ് ആണ് എന്നും കാണാൻ പറ്റും. അതുപോലെ ടാൻ എച്ച് സെഡ് കോട്ട് എച്ച് സെഡ് ഇവരുടെയൊക്കെ അനലിറ്റിസിറ്റിയെക്കുറിച്ച് നമുക്ക് പറയാം. ടാൻ എച്ച് സെഡ് സൈനിൻ്റെയും കോസിൻ്റെയും റേഷ്യോ ആണ്. സൈനും കോസും സൈൻ എച്ച് സെഡും കോസ് എച്ച് സെഡും എൻ്റയർ ഫംഗ്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ റേഷ്യോ ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻസ് അനലിറ്റിക് ആവും പ്രൊവൈഡഡ് ഡിനോമിനേറ്റർ ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ടാൻ എച്ച് സെഡിൽ കോസ് എച്ച് സെഡ് 0 ആവാത്ത പോയിന്റുകളിലെല്ലാം ടാൻ എച്ച് സെഡ് അനലിറ്റിക് ആയിരിക്കും. അതുപോലെ കോട്ട് എച്ച് സെഡ് ടാൻ എച്ച് സെഡ് 0 വരാത്ത എല്ലാ പോയിന്റുകളിലും കോട്ട് അനലിറ്റിക് ആയിരിക്കും. അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ കൊസീക്ക് സൈൻ എച്ച് സെഡ് 0 വരാത്ത എല്ലാ പോയിന്റിലും കൊസീക്ക് എച്ച് സെഡ് അനലിറ്റിക് ആയിരിക്കും. സീക്ക് എച്ച് സെഡ് കോസ് എച്ച് സെഡ് 0 വരാത്ത എല്ലാ പോയിന്റുകളിലും സീക്ക് എച്ച് സെഡ് അനലിറ്റിക് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ സൈൻ എച്ച് സെഡും കോസ് എച്ച് സെഡും ഒക്കെ ഇവിടെ എപ്പോഴാണ് 0 വരുന്നതൊക്കെ നമുക്ക് നോക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ആദ്യം നമുക്ക് ഇവിടെ നോട്ട് ചെയ്ത അനലിറ്റിസിറ്റിയെക്കുറിച്ച് നമുക്ക് എഴുതാം. Analyticity, since e raised to z and e raised to negative z are entire functions, means analytic everywhere in C. Both sin h z and cos h z are entire functions. Also, derivative of sin h z equal to cos h z. This is a computation. Okay, and derivative of cos h z equal to sin h z. Tan h z is a ratio sin h z by cos h z, and sec h z it is a reciprocal of cos h z. Are analytic at all z in C for which cos h z not equal to 0. കാരണം ഇത് ഡിനോമിനേറ്റർ കോസ് എച്ച് സെഡ് ആണ് വരുന്നത്. ഇപ്പോൾ കോസ് എച്ച് സെഡ് 0 ആകുമ്പോൾ ഈ റേഷ്യോ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെനെവർ ദിസ് റേഷ്യോ ഇസ് ഡിഫൈൻഡ് ദാറ്റ് റേഷ്യോ വിൽ ബി അനലിറ്റിക് ബിക്കോസ് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻസ്. ഓക്കെ, അതുപോലെ തന്നെ കോട്ട് എച്ച് സെഡിൻ്റെ ഡിനോമിനേറ്റർ സൈൻ എച്ച് സെഡ് ആണ്, കൊസീക്കിൻ്റെയും ഡിനോമിനേറ്റർ സൈൻ എച്ച് സെഡ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കോട്ടും കൊസീക്കും അനലിറ്റിക് ആവുന്നത് സൈൻ എച്ച് സെഡ് 0 അല്ലാത്ത പോയിന്റുകളിലാണ്. ഓക്കെ, അടുത്തത് നമുക്ക് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും തമ്മിലുള്ള റിലേഷൻ നോക്കാം. സി ദിസ് ഇസ് എ റിലേഷൻ കോസ് എച്ച് സെഡ് ഈക്വൽ ടു കോസ് ഓഫ് ഐ സെഡ്, സൈൻ എച്ച് സെഡ് ഈക്വൽ ടു നെഗറ്റീവ് ഐ ടൈംസ് സൈൻ ഓഫ് ഐ സെഡ്. അപ്പോൾ ഹൈപ്പർബോളിക് കോസിൽ നിന്ന് ട്രിഗണോമെട്രിക് കോസിലേക്ക് പോകാൻ എന്ത് ചെയ്താൽ മതി? സെഡ് എന്ന് പറയുന്ന ഇൻപുട്ടിനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
കിട്ടുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോസ് വാല്യൂ തന്നെ ആയിരിക്കും ഇസഡിലുള്ള ഹൈപ്പർബോളിക് കോസിൻ്റെ വാല്യൂ. ഇത് ബോത്ത് ആർ സെയിം. അതുപോലെ തന്നെ ഹൈപ്പർബോളിക് സൈനിൻ്റെ വാല്യൂ ആയിട്ട് ഇസഡ് എന്ന് പറയുന്നതും ട്രിഗണോമെട്രിക് സൈനിൻ്റെ ഐസഡിലുള്ള വാല്യൂവിനെ നെഗറ്റീവായി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഒന്ന് തന്നെയായിരിക്കും. നമുക്കിത് വളരെ ഈസി ആയിട്ട് കാണാവുന്നതേ ഉള്ളൂ. നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. കോസ് ഐ സെഡ് എന്ന് കമ്പ്യൂട്ട് ചെയ്യാം. ആൻഡ് വി ക്യാൻ ഷോ ദാറ്റ് കോസ് ഓഫ് ഐ സെഡ് ഈസ് പ്രിസൈസ്ലി കോസ് ഓഫ് എച്ച് സെഡ്. നമുക്ക് കാണാം. കോസ് ഓഫ് ഐ സെഡ് എന്താ വരിക? ബൈ ഡെഫിനിഷൻ കോസ് ട്രിഗണോമെട്രിക് കോസിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ട്രിഗണോമെട്രിക് കോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇ റേസ് ടു ഐ സെഡ് അല്ലേ? വാട്ട് ഈസ് കോസ് സെഡ്? ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ഇ റേസ് ടു ഐ സെഡ് പ്ലസ് ഇ റേസ് ടു നെഗറ്റീവ് ഐ സെഡ് ബൈ 2. ദിസ് ഇസ് എ ഡെഫിനിഷൻ ഓഫ് ട്രിഗണോമെട്രിക് കോസ്. അപ്പോൾ കോസ് ഓഫ് ഐ സെഡ് എന്ത് വരും? ഇ റേസ് ടു ഐ, ഇവിടെയുള്ള ഇൻപുട്ട് ഇസഡിനെ മാറ്റി ഐ സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇ റേസ് ടു ഐ ഇൻറ്റു ഐ സെഡ് പ്ലസ് ഇ റേസ് ടു നെഗറ്റീവ് ഐ ടൈംസ് ഐ സെഡ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇ റേസ് ടു ഐ സ്ക്വയർ ഇസഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു നെഗറ്റീവ് ഇസഡ്. ഐ ഇൻറ്റു ഐ സ്ക്വയർ ഈസ് നെഗറ്റീവ് 1. അതുപോലെ ഇവിടെ നോക്കൂ, നെഗറ്റീവ് ഐ ഇൻറ്റു ഐ സെഡ് പറയുമ്പോൾ ഇവിടെ വീണ്ടും ഐ സ്ക്വയർ വന്ന് നെഗറ്റീവ് 1. പക്ഷേ ഇവിടെ നെഗറ്റീവ് 1 ഓൾറെഡി ഉണ്ട്. സോ ദാറ്റ് ബിക്കംസ് ഇ റേസ് ടു സെഡ് പ്ലസ് ഇ റേസ് ടു സെഡ് ബൈ 2. ഓക്കെ, ഇതെന്താണ്? ദിസ് ഇസ് പ്രിസൈസ്ലി കോസ് എച്ച് സെഡ്. Okay, so we have proved the first result. Therefore hyperbolic cos at z is equal to trigonometric cos at iz. This is true for every complex number. Okay, ഇനി അതുപോലെ രണ്ടാമത്തെ റിലേഷൻ നോക്കാൻ എന്ത് ചെയ്താൽ മതി? സൈൻ ഓഫ് ഐ സെഡിനെ എഴുതിയാൽ മതി. നമുക്ക് നോക്കാം. ബൈ ഡെഫിനിഷൻ what is sin of iz? Sin of iz will be equal to സൈൻ സെഡിൻ്റെ ഡെഫിനേഷൻ എന്താണ്? സൈൻ സെഡിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഇറ്റ് ഈസ് ഇ റേസ് ടു ഐ സെഡ് മൈനസ് ഇ റേസ് ടു നെഗറ്റീവ് ഐ സെഡ് ബൈ 2i. അപ്പോൾ ഇവിടെ ഇൻപുട്ട് സെഡിനെ മാറ്റി ഐ സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇ റേസ് ടു ഐ ടൈംസ് ഐ സെഡ് മൈനസ് ഇ റേസ് ടു നെഗറ്റീവ് ഐ ടൈംസ് ഐ സെഡ് ഡിവൈഡഡ് ബൈ 2i. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഐ ഇൻറ്റു ഐ സെഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇസെഡ് ആകും, മൈനസ് നെഗറ്റീവ് ഐ ഇൻറ്റു ഐ സെഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു സെഡ് ആണ് ബൈ 2i. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് 1/i ഇവിടെ നെഗറ്റീവ് പുറത്തിട്ടാൽ ഇങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, ഇങ്ങനെ എഴുതാമല്ലോ. ഇ റേസ് ടു സെഡ് മൈനസ് ഇ റേസ് ടു നെഗറ്റീവ് സെഡ് ബൈ 2 ഇൻറ്റു നെഗറ്റീവ് 1/i. ഓക്കെ, ഈ ഇ റേസ് ടു സെഡ് മൈനസ് ഇ റേസ് ടു നെഗറ്റീവ് സെഡ് ബൈ 2 എന്ന് പറയുന്നതാണ് നമ്മുടെ ഹൈപ്പർബോളിക് സൈൻ. സോ ദിസ് ഇസ് നെഗറ്റീവ് 1/i ഇൻറ്റു ഹൈപ്പർബോളിക് സൈൻ. പക്ഷേ നെഗറ്റീവ് 1/i ഐ എന്ന് എഴുതാമല്ലോ, കാരണം നെഗറ്റീവ് 1 ഐ സ്ക്വയർ ആണല്ലോ. അതുകൊണ്ട് ഐ സ്ക്വയർ ബൈ ഐ എന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് നത്തിങ് ബട്ട് ഐ സൈൻ എച്ച് സെഡ്. ഓക്കെ, വൈ? ബിക്കോസ് നെഗറ്റീവ് 1 ഈക്വൽ ടു ഐ സ്ക്വയർ. ഓക്കെ, സോ വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് സൈൻ എച്ച് സെഡ് ഈക്വൽ ടു എന്ത് വരും? നെഗറ്റീവ് ഐ ടൈംസ് സൈൻ ഓഫ് ഐ സെഡ്. ഓക്കെ, ഓക്കെ, ഈ കാര്യം നമുക്ക് ഈ സ്റ്റെപ്പിൽ തന്നെ പറയാം കേട്ടോ. ഇവിടെ നിന്ന് തന്നെ പറയാം. അതായത് സൈൻ ഓഫ് ഐ സെഡ് ഈക്വൽ ടു നെഗറ്റീവ് 1/i സൈൻ എച്ച് സെഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് നെഗറ്റീവ് ഐ കൊണ്ട് രണ്ട് ഭാഗം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഐ ക്രോസ് ചെയ്യുക, എന്നിട്ട് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദിസ് ഇറ്റ് സെൽഫ് സേസ് ദാറ്റ് സൈൻ എച്ച് സെഡ് ഈക്വൽ ടു നെഗറ്റീവ് ഐ ടൈംസ് സൈൻ ഓഫ് ഐ സെഡ്. ഓക്കെ, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട് അല്ലേ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട് അതാണ്. സൈൻ എച്ച് സെഡ് ഈക്വൽ ടു നെഗറ്റീവ് ഐ ടൈംസ് സൈൻ ഓഫ് ഐ സെഡ്. ഓക്കെ, അതിവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഈ സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല, എല്ലാത്തിനും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറയാൻ പറ്റും സൈൻ എച്ച് സെഡും കോസ് എച്ച് സെഡും എപ്പോഴാണ് 0 വരിക, ഏതൊക്കെ ഇസഡിൻ്റെ വാല്യൂസിനാണ് ഹൈപ്പർബോളിക് സൈനും കോസും 0 വരിക. കാരണം നമുക്കറിയാം ട്രിഗണോമെട്രിക് സൈനും കോസും എപ്പോഴാണ് 0 വരുന്നതെന്ന് അറിയാം അല്ലേ? സൈൻ സെഡ് 0 വരുന്നത് പൈയുടെ ഇൻറ്റിജർ മൾട്ടിപ്പിൾസിലാണ്. കോസ് സെഡ് 0 വരുന്നത് π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസിലാണ്. നമുക്ക് നോക്കാം. നോക്കൂ, സൈൻ എച്ച് സെഡ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇസഡ് ഈക്വൽ ടു എൻ പൈ ഐ. അതായത് പൈ ഐയുടെ ഇൻറ്റിജർ മൾട്ടിപ്പിൾസിലാണ് ഹൈപ്പർബോളിക് സൈൻ 0 വരുന്നത്. അതുപോലെ π/2i ഓഡ് മൾട്ടിപ്പിൾസിലാണ് കോസ് എച്ച് സെഡ് ഈക്വൽ ടു 0 വരുന്നത്. നമുക്കത് വളരെ ഈസി ആയിട്ട് കാണാവുന്നതേ ഉള്ളൂ. സൈൻ എച്ച് സെഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സൈൻ എച്ച് സെഡ് എന്ന് പറയുന്നത് നമുക്ക് ട്രിഗണോമെട്രിക് സൈനിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഫോർമുല ഇപ്പോൾ നമ്മൾ പഠിച്ചല്ലോ. സൈൻ എച്ച് സെഡിന് നെഗറ്റീവ് ഐ സൈൻ ഓഫ് ഐ സെഡ് എന്ന് എഴുതാം അല്ലേ? സോ സൈൻ എച്ച് സെഡ് ഈക്വൽ ടു 0 മീൻസ് നെഗറ്റീവ് ഐ ടൈംസ് സൈൻ ഓഫ് ഐ സെഡ് ഈക്വൽ ടു 0.
എന്നുള്ളതാണ്. കാരണം ബിക്കോസ് സൈൻ എച്ച് ഇസഡ് ഈക്വൽ ടു നെഗറ്റീവ് ഐ സൈൻ ഓഫ് ഐ സെഡ്. സോ ഈ നെഗറ്റീവ് ഐ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് സീറോ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഓഫ് ഐ സെഡ് ആയിരിക്കണം സീറോ വരേണ്ടത്. കാരണം നെഗറ്റീവ് ഐ കൂടെയുള്ള മൾട്ടിപ്ലയർ സീറോ അല്ലല്ലോ, അതുകൊണ്ട് സൈൻ ഓഫ് ഐ സെഡ് ആയിരിക്കണം സീറോ വരേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ ട്രിഗണോമെട്രിക് സൈൻ ആണ്. ട്രിഗണോമെട്രിക് സൈൻ എവിടെയാണ് സീറോ വരുന്നത് നമുക്കറിയാം. ട്രിഗണോമെട്രിക് സൈൻ സീറോ വരുന്നത് പൈയുടെ ഇൻഡിജർ മൾട്ടിപ്പിൾസിലാണ്. അപ്പോൾ ഈ ഇൻപുട്ട് ഐ സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? പൈയുടെ ഒരു ഇൻഡിജർ മൾട്ടിപ്പിൾ ആയിരിക്കണം. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഐ സെഡ് should be equal to an integer multiple of pi. Okay, ആ integer multiple ഞാൻ m എന്ന് വിളിച്ചു, m pi, where what is m is an integer. Okay, because we know that sin z equal to 0 if and only if z is an integer multiple of pi. Z equal to m pi where m is an integer. ഇത് നമുക്കറിയാവുന്ന ഒരു ഫാക്റ്റാണ്. ഓക്കെ, ഇനി ഇവിടെ ഐ സെഡ് എം പൈ ആണെങ്കിൽ വാട്ട് ഈസ് ഇസഡ്? ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? എം പൈ ബൈ ഐ ആയിരിക്കണം അല്ലേ? 1/i. 1/i എന്ന് പറയുന്നത് നെഗറ്റീവ് ഐ ആണല്ലോ, നെഗറ്റീവ് ഐ എം പൈ, ബിക്കോസ് 1/i എന്ന് പറയുന്നത് നെഗറ്റീവ് ഐ ആണ്. അതായത് ഈ ഐയെ ഞാൻ പൈയോട് കൂടി ചേർത്ത് വയ്ക്കുന്നു, നെഗറ്റീവിനെ ഞാൻ എമ്മിൻ്റെ കൂടെ എഴുതുന്നു. സോ നെഗറ്റീവ് എം ടൈംസ് പൈ ഐ എന്ന് എഴുതാം. ഓക്കെ, ഇനി നെഗറ്റീവ് എം എന്ന് പറയുന്നതും ഒരു ഇൻഡിജർ ആയിരിക്കുമല്ലോ. എം ഇൻഡിജർ ആണെങ്കിൽ നെഗറ്റീവ് എമ്മും ഇൻഡിജർ തന്നെയാണല്ലോ. അപ്പോൾ ഇതിനെ എനിക്ക് വേണമെങ്കിൽ എൻ പൈ ഐ എന്ന് എഴുതാം. വേറെ നെഗറ്റീവ് എമ്മിനെ ഞാൻ എൻ എന്ന് വിളിച്ചു. എൻ എന്തായിരിക്കും? അപ്പോൾ ഒരു ഇൻഡിജർ ആയിരിക്കും, ബിക്കോസ് എം ഈസ് ആൻ ഇൻഡിജർ. സോ നെഗറ്റീവ് എം ഈസ് ഓൾസോ ആൻ ഇൻഡിജർ. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ പൈ ഐയുടെ ഒരു ഇൻഡിജർ മൾട്ടിപ്പിൾ ആണ് എന്ന് നമുക്ക് കിട്ടും. സോ വി ഹാവ് ഷോൺ ദാറ്റ് sin h z equal to 0, sin h z equal to 0 if and only if z equal to an integer multiple of pi I. n is an integer. ഇവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ശരി, നോക്കൂ, ഇവിടെ ഞാൻ നേരെ തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോയാലും ഒന്ന് തന്നെയല്ലേ? യു ക്യാൻ ഗോ ബാക്ക്. ഓക്കെ, സോ ദിസ് ഇസ് ആക്ച്വലി ഇഫ് ആൻഡ് ഓൺലി ഇഫ് റിലേഷൻ. അപ്പോൾ ഹൈപ്പർബോളിക് സൈൻ സീറോ വരുന്നത് ഇസഡിൻ്റെ വാല്യൂ എൻ പൈ ഐ ആകുമ്പോഴാണ്. ഇനി ഇതുപോലെ കോസ് എച്ച് ഇസഡ് സീറോ വരുന്നത് എപ്പോഴാണ്? കോസ് എച്ച് ഇസഡ് ഈക്വൽ ടു സീറോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കോസ് എച്ച് ഇസഡിനെ ഹൈപ്പർബോളിക് കോസിനെ ട്രിഗണോമെട്രിക് കോസായിട്ട് കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കോസ് എച്ച് ഇസഡ് ഈക്വൽ ടു കോസ് ഓഫ് ഐ സെഡ്, ഇത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ദിസ് ഇസ് സെയിം ആസ് കോസ് ഓഫ് ഐ സെഡ് ഈക്വൽ ടു സീറോ. ഇനി റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ട്രിഗണോമെട്രിക് കോസ് ആണ്. നമുക്കറിയാം ട്രിഗണോമെട്രിക് കോസ് സീറോ വരുന്നത് സെഡ് ഈക്വൽ ടു പൈ ബൈ ടുവിൻ്റെ ഓഡ് മൾട്ടിപ്പിൾസിലാണ്. 2n+1 ടൈംസ് പൈ ബൈ ടു. ഇതിലാണ് n ഇൻറ്റിജർ, ഇതിലാണ് നമുക്കറിയാം. അപ്പോൾ കോസ് ഓഫ് ഐ സെഡ് സീറോ വരണമെങ്കിൽ ഐ സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? പൈ ബൈ ടുവിൻ്റെ ഒരു ഓഡ് മൾട്ടിപ്പിൾ ആയിരിക്കണം. ആ ഓഡ് മൾട്ടിപ്പിളിനെ ഞാൻ 2m എന്ന് വിളിച്ചു. m ഈസ് ആൻ ഇൻറ്റിജർ. പൈ ബൈ ടു വേറെ m ഈസ് ആൻ ഇൻറ്റിജർ. ഓക്കെ, ഇനി ഇവിടെയുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ഐയെ ക്ലിയർ ചെയ്യാൻ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ z ഈക്വൽ ടു 1/i 2m+1 ടൈംസ് പൈ ബൈ ടു. പക്ഷേ ബൈ ഐ എന്ന് 1/i എന്ന് പറയുന്നത് നെഗറ്റീവ് ഐ ആണ്, നേരത്തെ നമ്മൾ ഒബ്സർവ് ചെയ്തതുപോലെ തന്നെ. സോ ഇനി ഇവിടെ ഈ നെഗറ്റീവിനെ 2m+1 കൂടി ചേർത്ത് വയ്ക്കാം. 2m+1 നെഗറ്റീവ് ടൈംസ് 2m+1 ഇൻറ്റു പൈ ബൈ ടു ഐ, ഇങ്ങനെ എഴുതാം. ഇവിടെ നോക്കൂ, 2m+1 എന്ന് പറയുന്നത് ഒരു ഓഡ് ഇൻറ്റിജർ ആണ്. നെഗറ്റീവ് 2m+1 എന്ന് പറയുന്നതോ അതും ഒരു ഓഡ് ഇൻറ്റിജർ തന്നെയാണ്. ഓക്കെ, സോ ആ ഓഡ് ഇൻറ്റിജറിനെ ഞാൻ എന്ത് വിളിച്ചു? So that will be of the form 2n+1. Any odd integer will be of the form 2n+1. Okay, pi by 2i. Right? N is an integer. This is same as. Okay. So therefore, cos h z equal to 0 if and only if z equal to 2n+1 times pi by 2. ഇവിടെ ഇക്വാളിറ്റി എഴുതിയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. എം എൻ ആക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. ഇവിടെ ഈ -2m+1 എന്ന് പറയുന്നത് ഒരു ഓഡ് ഇൻറ്റിജർ എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം എം ഏത് ഇൻറ്റിജർ വാല്യൂ ആണെങ്കിലും വരാം, പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, എന്ത് വേണമെങ്കിലും വരാം. അപ്പോൾ 2m+1 എന്ന് പറയുന്നത് ഓഡ് ഇൻറ്റിജർ ആണ്. അതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓഡ് ഇൻറ്റിജർ തന്നെ ആവും. ഓക്കെ, അപ്പോൾ ജനറലി ഓഡ് ഇൻറ്റിജറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2n+1 എന്നുള്ള നൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് ആ റെപ്രസെൻറ്റേഷൻ എഴുതിയെന്ന് മാത്രം. അപ്പോൾ ഹൈപ്പർബോളിക് കോസ് സീറോ വരുന്നത് പൈ ബൈ ടു ഐ, ഓക്കെ സോറി, പൈ ബൈ ടു ഐയുടെ ഓഡ് ഇൻറ്റിജർ മൾട്ടിപ്പിൾസിലാണ് ഹൈപ്പർബോളിക് കോസ് സീറോ വരുന്നത്. ഹൈപ്പർബോളിക് സൈൻ സീറോ വരുന്നത് പൈ ഐയുടെ ഇൻറ്റിജർ മൾട്ടിപ്പിൾസിൽ.
ഇനി നമുക്ക് കാണാം ഇവർ പീരിയോഡിക് ഫങ്ഷൻസ് ആണ് എന്ന് കാണാൻ പറ്റും. ബൈ ഡെഫിനിഷൻ വാട്ട് ഈസ് സൈൻ എച്ച് സെഡ്? ബൈ ഡെഫിനിഷൻ സൈൻ എച്ച് സെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇ റേസ് ടു സെഡ് മൈനസ് ഇ റേസ് ടു നെഗറ്റീവ് ഇസെഡ് ബൈ 2. ആൻഡ് വാട്ട് ഈസ് കോസ് എച്ച് സെഡ്? കോസ് എച്ച് സെഡ് ഈക്വൽ ടു ഇ റേസ് ടു സെഡ് പ്ലസ് ഇ റേസ് ടു നെഗറ്റീവ് ഇസെഡ് ബൈ 2. പക്ഷെ നമുക്കറിയാം ഇ റേസ് സെഡ് എന്ന് പറയുന്നത് പീരിയോഡിക് ആണ് വിത്ത് പീരിയോഡ് 2πi. ബട്ട് we know that e raised to z and e raised to negative z are periodic with period 2πi. So both sin hz and cos hz are periodic with period 2πi. So 2πi is the period of hyperbolic sine and cos. Trigonometric sine and cos period 2πi ആണ്. ഓക്കെ, ഹൈപ്പർബോളിക് ആകുമ്പോൾ ഇമാജിനറി പീരിയഡ് ആണ് വരുന്നത്. ഇത് നമ്മുടെ റിയൽ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ് കേട്ടോ. റിയൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ പീരിയോഡിക് ആണ്, പക്ഷേ റിയൽ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ പീരിയോഡിക് അല്ല. ഓക്കെ, അത് ഓർക്കുക. പക്ഷേ കോംപ്ലക്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആർ പീരിയോഡിക് വിത്ത് പീരിയോഡ് 2πi. ഓക്കെ, മീൻസ് എന്താ പീരിയോഡിസിറ്റിയുടെ ഐഡിയ? സൈൻ എച്ച് സെഡ് 2πi പീരിയോഡിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: സൈൻ എച്ച് ഓഫ് ഇസെഡ് പ്ലസ് 2πi ഈക്വൽ ടു സൈൻ എച്ച് സെഡ് ഫോർ എവരി സെഡ് ഇൻ സി, ആൻഡ് കോസ് എച്ച് ഓഫ് ഇസെഡ് പ്ലസ് 2πi ഈക്വൽ ടു കോസ് എച്ച് സെഡ് ഫോർ എവരി സെഡ് ഇൻ സി. So both sin hz and cos hz are periodic functions with period 2πi, an imaginary period. Okay, sin hz ൻ്റെയും cos hz ൻ്റെയും റിയൽ ആൻഡ് ഇമാജിനറി പാർട്സും കൂടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. സൈൻ എച്ച് സെഡും കോസ് എച്ച് സെഡും ഇപ്പോൾ നമുക്ക് ട്രിഗണോമെട്രിക് സൈനിലും കോസിനും പറയാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ട്രിഗണോമെട്രിക് സൈനിൻ്റെയും കോസിൻ്റെയും റിയൽ ആൻഡ് ഇമാജിനറി പാർട്സിനെ കുറിച്ച് നമുക്ക് ധാരണയുള്ളത് കൊണ്ടും ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിൻ്റെ ഹൈപ്പർബോളിക് സൈനിൻ്റെയും കോസിൻ്റെയും റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കാൻ നമുക്ക് ട്രിഗണോമെട്രിക് സൈനും കോസ് ഉപയോഗിക്കാം. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. വി ഹാവ് cos hz. cos hz നെ നമുക്ക് എങ്ങനെയാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഗിവൺ ബൈ കോസ് ഓഫ് ഐ സെഡ്. ദിസ് ഇസ് ട്രൂ ഫോർ എവറി കോംപ്ലക്സ് നമ്പർ ഇസെഡ് ഇൻ സി. ഓക്കെ, ഇനി സെഡിന് എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് നത്തിങ് ബട്ട് കോസ് ഓഫ് ഐ എക്സ് പ്ലസ് ഐ വൈ. Okay, by putting z equal to x plus iy. ഓക്കെ, ഇനി ഇവിടെ ഈ ബ്രാക്കറ്റ് ഐ എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ബ്രാക്കറ്റ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുന്നത്? അതിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എന്താ വരിക? സി ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐ പ്ലസ് ഐ സ്ക്വയർ വൈ അല്ലേ? പക്ഷേ ഐ സ്ക്വയർ വൈ എന്ന് പറയുന്നത് നെഗറ്റീവ് വൈ ആണ്. സോ ഐ മൈനസ് വൈ. അപ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ട് മൈനസ് വൈ പ്ലസ് ഇമാജിനറി പാർട്ട് 1i. ഓക്കെ, ദറ്റ് ഈസ് മൈനസ് വൈ പ്ലസ് ഐ എന്ന് എഴുതാം. സോ ഈ ഇൻപുട്ട് കോസ് ഓഫ് ഐ സെഡ് എന്ന് പറയുന്നത് ആക്ച്വലി എ പ്ലസ് ഐ ബി ഫോർമാറ്റിൽ എഴുതിയാൽ ദാറ്റ് ഈസ് നെഗറ്റീവ് വൈ പ്ലസ് ഐ എക്സ്. സോറി, ഇവിടെ ഞാനൊരു എക്സ് വിട്ടുപോയി. ഐ എക്സ്. ഓക്കെ, ഐ എക്സ്. ഓക്കെ, മൈനസ് വൈ പ്ലസ് ഐ എക്സ്. ഇനി നമുക്ക് കോസ് ഓഫ് ഇസെഡ് വൺ പ്ലസ് ഇസെഡ് ടു അഥവാ കോസ് എ പ്ലസ് ബിയുടെ ഫോർമുല ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് ഓഫ് ഇസെഡ് വൺ പ്ലസ് ഇസെഡ് ടു കോസ് ഇസെഡ് വൺ. അപ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ കോസ് ഓഫ് നെഗറ്റീവ് വൈ ഇൻറ്റു കോസ് ഓഫ് ഐ എക്സ് കോസ് എ കോസ് ബി പ്ലസ് അല്ല മൈനസ് അല്ലേ? കോസ് ഓഫ് ഇസെഡ് വൺ പ്ലസ് ഇസെഡ് ടു ഈക്വൽ ടു കോസ് ഓഫ് സെഡ് വൺ കോസ് ഓഫ് സെഡ് ടു മൈനസ് സൈൻ ഓഫ് സെഡ് വൺ ഇൻറ്റു സൈൻ ഓഫ് സെഡ് ടു. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് നെഗറ്റീവ് വൈ. ഇപ്പോൾ വൈ എന്നൊക്കെ പറയുന്നത് റിയൽ നമ്പറാണ്. അപ്പോൾ കോസ് ഓഫ് നെഗറ്റീവ് വൈ എന്ന് പറയുന്നത് കോസ് വൈ തന്നെയാണ്. ഓക്കെ, കോസ് ഐ എക്സ് എന്താണ് വരുന്നത്? ഓക്കെ, സോ കോസ് നെഗറ്റീവ് വൈ കോസ് വൈ തന്നെ ആയതുകൊണ്ട് നമ്മളതിന് കോസ് വൈ തന്നെ എഴുതി. കോസ് ഐ എക്സ് എന്താ വരിക? കോസ് ഐ എക്സ് കോസ് ഐ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എച്ച് സെഡ് ആണല്ലോ. സോ കോസ് ഐ എക്സ് ഈസ് കോസ് എച്ച് എക്സ്. ഓക്കെ, സോ കോസ് ഐ എക്സ് ഈസ് കോസ് എച്ച് എക്സ് മൈനസ് സൈൻ നെഗറ്റീവ് വൈ എന്താണ്? സൈൻ നെഗറ്റീവ് വൈ എന്ന് പറയുന്നത് നെഗറ്റീവ് സൈൻ വൈ ആണ്. അപ്പോൾ ഇവിടെ സൈൻ ഓഫ് നെഗറ്റീവ് വൈ എനിക്ക് നെഗറ്റീവ് ഓഫ് സൈൻ വൈ എന്ന് എഴുതാം. ഓക്കെ, ഇൻറ്റു സൈൻ ഐ എക്സ് എന്താണ്? സൈൻ ഐ സെഡ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ സെഡ് ഈക്വൽ ടു നെഗറ്റീവ് ഐ സൈൻ എച്ച് ഐ സെഡ് അല്ലേ? നെഗറ്റീവ് ഐ സൈൻ എച്ച് ഐ സെഡ് ഈ റിലേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ സെഡിന് ഐ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഐ എക്സ് എന്ന് വരും. അപ്പോൾ സോ ദിസ് വിൽ ബി ഈക്വൽ ടു നെഗറ്റീവ് ഐ ടൈംസ് സൈൻ എച്ച് ഹൈപ്പർബോളിക് സൈൻ ഇവാലുവേറ്റഡ് അറ്റ് ഐ സെഡ്. ഇവിടെ സെഡിൻ്റെ പൊസിഷനിൽ ഐ എക്സ് ആണ്.
സോ ഐ എക്സ് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് എക്സ് ആവും. ഓക്കെ, ഐ സ്ക്വയർ എക്സ് ആവും. അപ്പോൾ അത് വീണ്ടും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സോ ദിസ് വിൽ ബി കോസ് വൈ കോസ് എച്ച് എക്സ്, പിന്നെ ഇവിടെ മൈനസ് 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 ആയി, അപ്പം നെഗറ്റീവ് ആയി. പക്ഷേ സൈൻ എച്ച് ഓഫ് നെഗറ്റീവ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് സൈൻ എച്ച് എക്സ് ആണ്. അപ്പോൾ എല്ലാം കൂടെ പ്ലസ് ആവും. പ്ലസ് ഐ സൈൻ വൈ സൈൻ എച്ച് എക്സ്. പ്ലീസ് നോട്ട് സൈൻ എച്ച് ഓഫ് നെഗറ്റീവ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് സൈൻ എച്ച് എക്സ് ആണ് കേട്ടോ. ഇത് യൂസ് ചെയ്യാം ഇവിടെ ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി കോസ് എച്ച് സെഡിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് കോസ് വൈ കോസ് എച്ച് എക്സും ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് സൈൻ വൈ സൈൻ എച്ച് എക്സും ആണ്. ഓക്കെ, സോ നമുക്ക് കിട്ടിയ കോസ് എച്ച് സെഡ് എന്ന് പറയുന്നത് കോസ് എച്ച് എക്സ് കോസ് വൈ പ്ലസ് ഐ സൈൻ എച്ച് എക്സ് സൈൻ വൈ. ഇപ്പോൾ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സ്പ്ലിറ്റ് കിട്ടി. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈപ്പർബോളിക് സൈനിൻ്റെയും ചെയ്യാം. സോ അത് നിങ്ങൾ തനിയെ ചെയ്യാം. ഞാനതിൻ്റെ എക്സ്പ്രഷൻ ഇവിടെ എഴുതിയിടാം. ഇതേ രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ. സെഡിന് എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുത്ത് ഇവിടെ നമ്മൾ കോസിൻ്റെ ഫോർമുലയാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ അവിടെ സൈനിൻ്റെ ഫോർമുല സൈൻ ഓഫ് എ പ്ലസ് ബിയുടെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കറിയാവുന്ന റിലേഷൻസ് ഒക്കെ, അതായത് ഹൈപ്പർബോളിക് സൈനിനെയും ട്രിഗണോമെട്രിക് സൈനിനെയും കണക്ട് ചെയ്യുന്ന ഫോർമുലാസൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ റിലേഷൻ നമുക്ക് പ്രൂവ് ചെയ്യാം. ആ റിലേഷൻ ഇവിടെ എഴുതാം. സൈൻ എച്ച് സെഡ് ഈക്വൾ ടു സൈൻ എച്ച് എക്സ് കോസ് വൈ പ്ലസ് ഐ കോസ് എച്ച് എക്സ് സൈൻ വൈ. ഇത് നിങ്ങൾ ചെയ്യണം കേട്ടോ. സെഡിന് എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുത്ത് സൈനിൻ്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കമ്പ്യൂട്ട് ചെയ്യാം. കിട്ടുന്നില്ലെങ്കിൽ പറയാം, അത് ചെയ്യാം. ഓക്കെ, കോസ് എച്ച് സെഡ് ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുക. സോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്.